ഇതേപോലെ ഒരു ഊത്തപ്പം ദോശയും അത് കഴിഞ്ഞ അതിനെ പിസി ആക്കണ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത്. ഫുൾ വീഡിയോ കാണാൻ മറക്കല്ലേ. ഈ ഊത്തപ്പം തയ്യാറാക്കാനുള്ള ബാറ്ററിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഊത്തപ്പം ഉണ്ടാക്കിയാലോ. ഒരു പാൻ വെച്ചേക്കാം, നല്ല തിക്ക് സ്കെൽറ്റൻ ആയിക്കോട്ടെ. അതിൻ്റെ ഉള്ളിലേക്ക് ഇച്ചിരി എണ്ണ അങ്ങോട്ട് തെളിച്ചു കൊടുത്തേക്കാം. അത്യാവശ്യം നല്ല ചൂടിൽ കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മുടെ മാവ് അങ്ങോട്ട് സെൻറ്ററിലേക്ക് കോരി അങ്ങോട്ട് ഒഴിച്ചേക്കാം. അധികം പരത്തണ്ട, ചെറുതായിട്ടൊന്നങ്ങോട്ട് പരത്തി കൊടുത്താൽ മതി. അത്യാവശ്യം തിക്കുള്ള പോലെ തന്നെ, നൈസാക്കരുത് കേട്ടോ. അവിടെ ഊത്തപ്പമാവുള്ളൂ. നോക്കി ചൂടടിച്ച് നല്ല ഹോളിൽ വരണണ്ട. അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി എണ്ണ അങ്ങോട്ട് തെളിച്ചു കൊടുത്തേക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, ഞാനവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ സബോള നുറുക്കിയത്, പിന്നെ തക്കാളി ചോപ്പ് ചെയ്തത്, കുറച്ച് കറി ലീഫ്, പിന്നെ നമ്മുടെ ചില്ലി ചോപ്പ് ചെയ്തത്. അവിടെ ലോ ഹീറ്റിൽ കിടന്നങ്ങോട്ട് മൊരിയട്ടെ അവനവിടെ. അതിനെ സൈഡിൽ നിന്ന് അങ്ങോട്ട് വിടിയിച്ച് കൊടുക്കാം. നോക്കി അങ്ങോട്ട് മറിച്ചിട്ടേക്കാം. ഇതേപോലെ അങ്ങോട്ട് ഹോളിൽ കുത്തി കൊടുക്കാം. അപ്പോൾ ഇത് ഈസി ആയിട്ട് കുക്കാവും. അത് കഴിഞ്ഞാൽ വീണ്ടും കുക്കായി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചിട്ടേക്കാം. നോക്കി നല്ല മൊരിഞ്ഞ ദോശ നോക്കി. അത് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലേക്ക് അതിൻ്റെ അടുത്ത് മാറ്റി വെച്ചേക്കാം. സാധനം റെഡി. ഏത് നമ്മുടെ ഊത്തപ്പം. പക്ഷേ ഇതിലൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഒരു പിസയോ ഇറ്റാലിയൻ ഇന്ത്യൻ പിസ, ഒരു ഊത്തപ്പം പിസ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ ഊത്തപ്പം ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഉണ്ടാക്കി അത് മറിച്ചിട്ട് അങ്ങോട്ട് നേരത്തെ പോലെ തന്നെ അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് എടുക്കാം. അത് കഴിഞ്ഞാൽ അത് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ചു വിട്ടേക്കാം. തിരിച്ചിട്ട ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പിസ്സ ചീസ് മൊസറല്ല, ഇറ്റാലിയൻ ജ്യൂസി മൊസറല്ല ചീസ്, അത് അങ്ങോട്ട് മുകളിലേക്ക് അങ്ങോട്ട് വെതറി അങ്ങോട്ട് കൊടുത്തേക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനായിക്കോട്ടെ, ടേസ്റ്റ് ഇങ്ങോട്ട് പോരട്ടെന്നേ. അത് കഴിഞ്ഞാൽ ഒരു കവർ വെച്ചാൽ അത് അങ്ങോട്ട് അടച്ചു വെച്ചേക്കാം. അപ്പം നന്നായിട്ട് അങ്ങോട്ട് മെൽറ്റായി അവൻ നല്ല ഊയി ആയി വന്നിട്ടുണ്ടാവും. ഓക്കെ, സൈഡിൽ നിന്ന് അങ്ങോട്ട് ഒന്നുകൂടി വിടിയിച്ചു കൊടുക്കാം. സാധനം പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിങ്ങനെ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് എടുത്തേക്കാം. അത് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, എന്നിട്ട് തിന്നേക്കണം ആ ചൂടോടുകൂടി. നമ്മുടെ ഊത്തപ്പം പിസ്സ ദോശ ടേസ്റ്റ് ചെയ്താലോ. കിടണ്ടോ? എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒരു വട്ടെങ്കിലും നിങ്ങൾ ഈ പിസ്സ ഊത്തപ്പം ട്രൈ ചെയ്തോട്ടോ. ഇത് വേറെ ലെവലുള്ള സാധനം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്ത്, ഒന്ന് കമന്റ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പൊ പുതിയ വീഡിയോയ്ക്ക് ഉടനെ വരാം.